കോട്ടയത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് കളമൊരുങ്ങുകയാണ്. കോൺഗ്രസിനും CPM-നും വെല്ലുവിളി ഉയർത്തി BJP ദ്രുതഗതിയിലുള്ള വളർച്ചയാണ് കോട്ടയത്ത് സാധ്യമാക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസുകൾക്കും അടിപതറിയതോടെ കുഴഞ്ഞു മറിഞ്ഞ കേരള കോൺഗ്രസ് രാഷ്ട്രീയവും കോട്ടയത്ത് ചോദ്യചിഹ്നമാവുകയാണ്. കോട്ടയത്തിന്റെ രാഷ്ട്രീയ കോട്ട ഇനി അങ്ങോട്ട് പ്രവചനാതീതമാണ്. കേരള കോൺഗ്രസിന്റെ ഈറ്റില്ലത്ത് കേരള കോൺഗ്രസ് പാർട്ടികളുടെ പ്രസക്തി നഷ്ടമാകുന്നു എന്നുള്ള സൂചനകൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുള്ളിൽ പൊട്ടിത്തെറിയുണ്ടായേക്കും. മാണി ഗ്രൂപ്പ് പിളരുന്നതിന് വരെ ഇടവരുത്തിയേക്കും. അതോടൊപ്പം ഇടതുപക്ഷത്തിനുള്ളിലും മാണി ഗ്രൂപ്പിനെതിരെ ഭിന്നസ്വരമുയരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നിലനിർത്താനായ മേൽക്കൈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലനിർത്താനാകുമോ എന്നുള്ളതാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം പ്രധാന ചോദ്യം. ഇരു മുന്നണികൾക്കും ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് ജില്ലയിൽ BJP-യും. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നിർണായക ശക്തിയായി BJP മാറുമെന്ന് BJP നേതൃത്വവും വിലയിരുത്തുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ശക്തി കേന്ദ്രങ്ങളിൽ പോലും തിരിച്ചടിയുണ്ടായത് കോട്ടയത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ പ്രതിഫലനമാണ്. 4 പതിറ്റാണ്ടായി കേരള കോൺഗ്രസ് മാണി വിഭാഗം കൈവെള്ളയിൽ സൂക്ഷിച്ചിരുന്ന പാലാ നഗരസഭാ ഭരണം LDF-ന് നഷ്ടമായി. കേരള കോൺഗ്രസ് എമ്മിന്റെ സ്വാധീനം LDF-ന് കാര്യമായി ഏശിയില്ല എന്ന് മാത്രമല്ല, ജോസ് കെ മാണിയുടെ തട്ടകത്തിൽ പോലും തിരിച്ചടി നേരിട്ടു. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ശക്തമായ വേരോട്ടമുള്ള കടുത്തുരുത്തിയിൽ പോലും LDF-ന് പരാജയം നേരിട്ടത് ഇടതു കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വേരോട്ടമുണ്ടായിരുന്ന കിഴക്കൻ മേഖലകളിലെ പഞ്ചായത്തുകളിലും തിരിച്ചടിയുണ്ടായത് വലിയ ക്ഷീണമുണ്ടാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2 വാടിയതോടെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമാകുക കോട്ടയം രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഭാവിയാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം നടത്താനായില്ലെങ്കിൽ ജോസ് കെ മാണിയുടെ നേതൃത്വം പോലും ചോദ്യം ചെയ്യപ്പെടും. ഇത് പിളർപ്പിലേക്ക് നയിക്കും. ഇടതുപക്ഷത്തിനുള്ളിലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് അമിത പ്രാധാന്യം നൽകുന്നതിനെതിരെ അസ്വസ്ഥരായ മറ്റു കക്ഷികൾ ശബ്ദമുയർത്തും. UDF-നൊപ്പമുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. UDF സീറ്റ് വിഭജനങ്ങളിലടക്കം ജോസഫ് വിഭാഗം നിലവിൽ അസ്വസ്ഥരാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും കോൺഗ്രസ് സീറ്റുകൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതാണ് UDF-ൽ ജോസഫ് വിഭാഗത്തെ അസ്വസ്ഥരാക്കുന്നത്. ജില്ലയിലെ CPM കോട്ടകളെല്ലാം തകർന്നടിഞ്ഞ കാഴ്ചയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ജില്ലാ പഞ്ചായത്തിൽ 7 സീറ്റിലേക്ക് LDF നിലംപൊത്തി. 11 ബ്ലോക്കുകളിൽ 2 മാത്രമാണ് LDF-ന് ജയം. 71 ഗ്രാമപഞ്ചായത്തുകളിൽ LDF-ന് ആകെ ജയിക്കാനായത് 22 മാത്രം. പാർട്ടി കോട്ട എന്ന് വിളിപ്പേരുള്ള അയ്മനം, തൃക്കുടിത്താനം പഞ്ചായത്തുകൾ നഷ്ടമായത് CPM-ന് നാണക്കേടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ പാർട്ടി വോട്ടുകളടക്കം ചോർന്നു എന്നാണ് വിലയിരുത്തൽ. കോട്ടയം നഗരസഭയിൽ LDF-ന് കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ പിടിക്കാനായില്ല എന്ന് മാത്രമല്ല, പലയിടത്തും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ജില്ലയിൽ CPM ദയനീയ പതനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ടപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ജില്ലയിൽ LDF-ന്റെ ചങ്കിടിപ്പ് കൂട്ടുന്നു. സീറ്റ് വിഭജനത്തിന് മുൻപേ കോൺഗ്രസിനുള്ളിൽ തർക്കങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. സീറ്റിനു വേണ്ടി ചരടുവലികൾ നടക്കുന്നതും പരസ്യ പ്രതികരണങ്ങളുമായി ജില്ലയിലെ യുവ നേതാക്കളടക്കം രംഗത്തെത്തിയതും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് സീറ്റ് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗ് UDF-ൽ കടുംപിടുത്തം നടത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ സീറ്റ് ആവശ്യം ഉന്നയിക്കുന്നതിനു വേണ്ടിയാണെന്നും വിലയിരുത്തപ്പെടുന്നു. UDF-നുള്ളിൽ കോൺഗ്രസ്, കേരള കോൺഗ്രസ്, ജോസഫ് വിഭാഗം, ലീഗ് തർക്കങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനോടടുത്ത് ഇതും വഴിവെച്ചേക്കാം. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോട്ടയത്ത് BJP-ക്ക് പഞ്ചായത്ത് ഭരണം 2-ൽ നിന്നും 3-ലേക്ക് എത്തി. പാലാ, പൂഞ്ഞാറടക്കമുള്ള ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായി. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും കൂടുതൽ ആളുകൾ ജില്ലയിൽ BJP-യിലേക്ക് എത്തുന്നു. അയ്മനം, കിടങ്ങൂർ പോലെയുള്ള ഇടത് കോട്ടകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ BJP-ക്ക് പിടിച്ചടക്കാനായി. UDF-ന്റെയും LDF-ന്റെയും ശക്തി കേന്ദ്രങ്ങളിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പോടെ BJP-ക്ക് കടന്നു ചെല്ലാനായി. ഇങ്ങനെ നിരവധിയായ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം കോട്ടയത്ത് ഉണ്ടാകുമെന്ന് ആത്മവിശ്വാസം പ്രകടമാക്കുകയാണ് BJP. അയ്മനം, കിടങ്ങൂർ, പൂഞ്ഞാർ, തെക്കേക്കര പഞ്ചായത്തുകളിൽ BJP ഭരണം പിടിച്ചു. ഈരാറ്റുപേട്ട ബ്ലോക്കിലും BJP-ക്ക് സീറ്റുകൾ നേടാനായി. പലയിടത്തും ശക്തമായ മത്സരം കാഴ്ചവെച്ച് 2ാമതെത്തി. ജില്ലാ പഞ്ചായത്ത് തലനാട് ഡിവിഷനിൽ 1500 വോട്ടുകളുടെ മാത്രം വ്യത്യാസത്തിൽ BJP 2ാമതെത്തിയത് ഉദാഹരണം.
ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിൽ BJPക്ക് മുന്നേറ്റം സാധ്യമാക്കാനായതും കോട്ടയത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുന്നു എന്നതിന്റെ സൂചനയാണ്. LDFന്റെയും UDFന്റെയും ശക്തി കേന്ദ്രങ്ങളിൽ വൻ മുന്നേറ്റം നടത്താനായതും ഇടതുകോട്ടകൾ പിടിച്ചടക്കാനായതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതിഫലനമുണ്ടാക്കുമെന്നും വികസന രാഷ്ട്രീയത്തോടൊപ്പം BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ മാറ്റം കോട്ടയത്ത് സംഭവിക്കുമെന്നോ BJP വെസ്റ്റ് ജില്ലാധ്യക്ഷൻ ഡിജിൻലാൽ പറഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ നല്ല രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പരിവർത്തനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഇന്ത്യ മുന്നണി അവരുടെ ഒരു സഖ്യത്തെ പറ്റിയിട്ട് ജനങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു ബോധ്യം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വികസിത കേരളം യാഥാർത്ഥ്യമാകണമെന്നുള്ള ജനങ്ങളുടെ ഒരു ആഗ്രഹം, അതിൻ്റെ ഒരു ഫലമാണ് നമ്മൾ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പല പ്രദേശങ്ങളിലും ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടായി എന്ന് പറയുന്നത്. ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നും കൂടുതൽ ആളുകൾ ജില്ലയിൽ BJPക്കൊപ്പം ചേരുന്നത് പാർട്ടി നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. റെജി ലൂക്കോസ് അടക്കമുള്ള ഇടതു സഹയാത്രികരുടെ BJP പ്രവേശനം വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയെന്നും വിലയിരുത്തൽ. തീർച്ചയായിട്ടും, കാരണം റെജി ലൂക്കോസ് 35 വർഷമായിട്ട് ഇടതു സഹയാത്രികൻ എന്നുള്ള പേരിൽ CPMന് വേണ്ടിയിട്ട്, ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ശക്തമായി വാദിച്ചുകൊണ്ടിരുന്ന, ചാനലിലൂടെ വാദിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങൾ മുഴുവനും അത് BJPക്കെതിരെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇന്ന് അത് തെറ്റാണ്, പകരം BJP ആണ് ശരി എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇന്ന് BJPയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വികസന മുരടിപ്പാണ് ജില്ല നേരിടുന്ന പ്രധാന പ്രശ്നം. സഞ്ചാരയോഗ്യമായ വഴിയില്ലാത്തതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരണം നടന്നത് മന്ത്രി VN വാസവന്റെ മണ്ഡലത്തിലാണ്. തിരുവാർപ്പ് പഞ്ചായത്ത് 13-ാം വാർഡിലെ 192 പേരാണ് വോട്ട് ബഹിഷ്കരിച്ചത്. അടിസ്ഥാന സൗകര്യ അപര്യാപ്തതകൾ, റോഡ് വികസനം ഉൾപ്പെടെ പിന്നോക്കാവസ്ഥ, താഴ്ത്തട്ടിലേക്ക് എത്താത്ത വികസനം. LDFും UDFും മാറി മാറി ഭരിച്ചിട്ടും വികസനമില്ലാ ജില്ലയായി കോട്ടയം തുടരുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KM മാണി എന്നിവരുടെ സ്വന്തം ജില്ലയായിട്ടും UDF ഭരണകാലത്തും LDF ഭരണത്തിൽ VN വാസവൻ ഉൾപ്പെടെ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ഉണ്ടായിട്ടും വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ഒന്നും കോട്ടയത്തില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊണ്ടുവന്ന ആകാശപാത ഇപ്പോഴും കോട്ടയത്തിന് നാണക്കേടായി പാതി വഴിയിൽ നിലച്ച പട്ടണത്തിന് നടുവിൽ സ്മാരകം പോലെ നിൽക്കുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വികസിത കോട്ടയമെന്ന മുദ്രാവാക്യവുമായി വോട്ട് തേടാൻ തയ്യാറെടുക്കുകയാണ് BJP. 10 വർഷങ്ങൾക്ക് മുൻപുള്ള രാഷ്ട്രീയ ചിത്രമല്ല ഇപ്പോൾ കോട്ടയത്ത്. LDF UDF ശക്തി കേന്ദ്രങ്ങളിൽ അട്ടിമറി മുന്നേറ്റം നടത്താൻ BJPക്ക് സാധിക്കുന്നു എന്നത് കോട്ടയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വലിയ മാറ്റമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരത്തിനാകും കോട്ടയം സാക്ഷ്യം വഹിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം കോട്ടയത്ത് നിന്നും മിഥുൻ മുരളി, ജനം.